വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 49-ാം തിരുവചനം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എന്താണ് ശക്തനായവൻ മറിയത്തിന് ചെയ്തിരിക്കുന്ന വലിയ കാര്യങ്ങൾ? ഒന്നാമതായി, സൃഷ്ടിയായ ഒരുവൾ തൻ്റെ സൃഷ്ടാവിന് ജന്മം നൽകുന്നു. 2, ദാസിയായ ഒരുവൾ തൻ്റെ യജമാനനെ ഉദരത്തിൽ വഹിക്കുകയും ലോകത്തിൽ ജനിപ്പിക്കുകയും സകല മനുഷ്യർക്കും അവളിലൂടെ രക്ഷ നൽകുകയും ചെയ്യുന്നു. മൂന്നാമതായി, ജീവൻ നഷ്ടപ്പെട്ടു പോയ മനുഷ്യവംശത്തിന് ജീവനായ രക്ഷകനെ അവൾ പ്രദാനം ചെയ്യുന്നു. അങ്ങനെ ശക്തനായവൻ ചെയ്തിരിക്കുന്ന വലിയ കാര്യങ്ങൾ ഭൂമിയിൽ മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ്? അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അത് ഭൂമിയിലെ സകല സൃഷ്ടികളേക്കാൾ ഉന്നതമായി വേർതിരിക്കപ്പെട്ട ഉന്നതമായ ഒരു നാമമാണ്. അത് പരിശുദ്ധമായ നാമമാണ്. എന്തുകൊണ്ടാണത് പരിശുദ്ധമാകുന്നത്? കന്യകയായ ഒരുവൾ അവൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാകുമ്പോഴും അവളുടെ കന്യകാത്വം നഷ്ടപ്പെടുന്നില്ല. കന്യകയായ ഒരുവൾ ഒരു പുത്രനെ പ്രസവിക്കുമ്പോഴും അവൾ ചാരിത്രശുദ്ധിയിൽ തന്നെ നിലനിൽക്കുന്നു. കാരണം പരിശുദ്ധനായ ദൈവത്തിൻ്റെ സാന്നിധ്യവും സംസർഗവും ഒരു വ്യക്തിയെ മലിനപ്പെടുത്തുന്നില്ല. കാരണം അവൻ പരിശുദ്ധനാണ്. എന്തുകൊണ്ട്? പുത്രനെ ഗർഭം ധരിക്കുമ്പോഴും അവനെ പ്രസവിക്കുമ്പോഴും കന്യകയുടെ ചാരിത്ര്യ വിശുദ്ധി അഥവാ ചാരിത്ര്യം നഷ്ടപ്പെടുന്നില്ലാത്തത് കർത്താവിന് വാതിലുകൾ അടച്ചിട്ട മുറിയിൽ പ്രവേശിക്കുവാനും ഒരു മുറിയിൽ നിന്നും വാതിലുകൾ തുറക്കാതെ പുറത്തു പോകുവാനും സാധിക്കുന്നു എന്നതുകൊണ്ട് തന്നെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ ടു all of you.